2025 നവംബർ മാസം 29 ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം നമുക്കൊരുമിച്ച് പതിവ് പോലെ തിരുസന്നിധിയിലേക്ക് കൂടി വന്ന് എബ്രായ ലേഖനത്തിൽ നിന്ന് പഠിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, വാർദ്ധക്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. ആഴ്ച മുഴുവനും ദൈവം നമ്മെ കാത്തു. പല സ്ഥലങ്ങളിലും ഉപവാസവും പ്രാർത്ഥനയും മറ്റു ചിലയിടത്ത് കൺവെൻഷൻ സമ്മേളനങ്ങളും ഒക്കെ നടന്നു വരുന്നു. കർത്താവ് എല്ലായിടങ്ങളിലും തൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് നൽകി ജനത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിൽ നടത്തപ്പെടുന്ന സഭായോഗങ്ങളും ദൈവസാന്നിധ്യത്താൽ അലങ്കൃതമാകട്ടെ. ദൈവസാന്നിധ്യത്തിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഉണ്ടാകുമെന്ന് വാഗ്ദത്തമുണ്ടോ, അതൊക്കെ നമ്മുടെ ഇടകളിൽ നടക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. പാപികൾക്ക് പാപബോധമുണ്ടാകട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ. വിശ്വാസികൾ വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിക്കട്ടെ. ദൈവവചനത്തിൽ അടിയുറച്ചവരായി അവർ മാറട്ടെ. സ്തോത്രം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്കൊക്കെ ദൈവികമായ ബോധം ദൈവം അത്യധികമായി പകരട്ടെ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അതിനൊക്കെ ഉതകുന്ന സഭായോഗങ്ങളായി നമ്മുടെ യോഗങ്ങൾ തീരട്ടെ. സ്തോത്രം. നമ്മുടെ ഇടയിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വിവേചനത്തിൻ്റെ വരം പ്രകടമാകേണ്ടതിന് നമുക്കേറെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിവേചനത്തിൻ്റെ വരം, ഇന്ദ്രിയജയമെന്ന ഫലവും വിവേചനമെന്ന വരവും നമ്മുടെ ഇടയിൽ ധാരാളം ഉപയോഗിക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്തോത്രം. The gift of discernment and the fruit of the Spirit. There are manifold fruits, but particularly the fruit of self-control. These both are to very importantly be exercised in our lives, in our ministries. നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടേണ്ട, പ്രകടമാകേണ്ട ഒരു വരം വിവേചനപരവും ഫലം ഇന്ദ്രിയജയവുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം ആ നിലകളിൽ നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളിലേക്ക് നമ്മൾ തിരിയുകയാണല്ലോ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ എങ്ങനെ ശ്രേഷ്ഠനായിരിക്കുന്നു എന്നുള്ളതാണ് പഠിച്ചു വരുന്നത്. ഇന്നലെ നമുക്ക് പൊതുവെ അറിയാവുന്ന ചില കാര്യങ്ങളായിരുന്നു പങ്കുവച്ചത്. യേശുക്രിസ്തു അത് ഒരു തെറ്റായ വ്യാഖ്യാനത്തിന് നമ്മളൊരു മറുമരുന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ഇന്നലെ. എബ്രായ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിന് ചിലർ നൽകിയ തെറ്റായ വ്യാഖ്യാനത്തെ ഒന്ന് തിരുത്താൻ, അവരെ തിരുത്താനല്ല, ആ വ്യാഖ്യാനം തിരുത്താൻ വേണ്ടി ഉള്ള ഒരു വേദപുസ്തക ശ്രമമാണ് നാം നടത്തിയത്. അതിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യം, കർത്താവായ യേശു കാൽവരി ക്രൂശിൽ മരിച്ചതോടുകൂടെ
യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടും കൂടെ സാത്താനെയും അവന്റെ സകല സന്നാഹങ്ങളെയും തോൽപ്പിച്ചു കഴിഞ്ഞു. മരണത്തെ തോൽപ്പിച്ചിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. സാത്താനെ തന്റെ മരണത്താലെ നീക്കി യേശുക്രിസ്തു സുവിശേഷത്താൽ അക്ഷയതയും നിത്യജീവനും നമുക്ക് നൽകി. അല്ലെങ്കിൽ സുവിശേഷത്താൽ അക്ഷയതയും നിത്യജീവനും വെളിപ്പെട്ടു. ഇങ്ങനെയെല്ലാമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ തോൽപ്പിക്കപ്പെട്ട ശത്രുക്കളെ ഇതുവരെയും നീക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നീക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഇതുവരെ ക്രൂശിലെ മരണത്താൽ തോൽപ്പിച്ച ശത്രുക്കൾ നീങ്ങിപ്പോയിട്ടില്ല. അവ നീങ്ങിപ്പോകുന്നതിന് കർത്താവ് സമയം വച്ചിട്ടുണ്ട്. ആ സമയം വരെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന വചനമാണ് നാം കണ്ടത്. അതല്ലാതെ സഭ വിജയിക്കുന്നതിൽ അതിനെപ്പറ്റി അല്ല പറയുന്നത്. സഭ ഇവിടെ നിന്നും എടുക്കപ്പെട്ട ശേഷവും ആ ഒരു സ്ഥിതി തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഓർമ്മ കാണുമായിരിക്കുമല്ലോ, സഭയുടെ 3 അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഭാചരിത്രകാരന്മാർ തന്നെ പറയുന്ന 3 പ്രയോഗങ്ങൾ: ദ ചർച്ച് മിലിറ്റന്റ്, ദ ചർച്ച് എക്സ്പെക്ടന്റ്, ഓർമ്മയുണ്ടോ? നെക്സ്റ്റ്, ദ ചർച്ച് ട്രയംഫന്റ്. ഭൂമിയിലായിരിക്കുന്ന സഭ പോരാട്ടം കഴിക്കുന്ന സഭയാണ് ദ ചർച്ച് മിലിറ്റന്റ്. നാം എന്ന് പറഞ്ഞാൽ ദൈവസഭ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം യുദ്ധസേവ ചെയ്യുന്ന സഭയാണ്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്നൊക്കെ. എന്നാൽ ഈ ഭൂമിയിൽ നല്ല യുദ്ധസേവ ചെയ്ത് ക്രിസ്തുവിൽ നല്ല അന്ത്യം പ്രാപിച്ച വിശുദ്ധന്മാർ, ആ സഭയെ വിളിക്കുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സഭ. സ്തോത്രം. ദ ചർച്ച് എക്സ്പെക്ടന്റ്. ആ ചർച്ച് എക്സ്പെക്ടന്റ് എന്നുള്ളതിന് കത്തോലിക്കർ കൊടുക്കുന്ന വ്യാഖ്യാനം തെറ്റായ മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർ ചർച്ച് എക്സ്പെക്ടന്റ് എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിക്കുന്നത് ബസ്പുർഖാന, അല്ലെങ്കിൽ കുട്ടി നരകത്തിൽ, സ്വർഗത്തിലും നരകത്തിനും ഇടയ്ക്കത്തെ സ്ഥലം കുട്ടി നരകം, ബസ്പുർഖാന. അവിടെ ജീവിച്ചിരിക്കുന്നവരുടെ കുർബാനയും കർമ്മങ്ങളും നിമിത്തം ഇവരിങ്ങനെ പൊങ്ങി 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 സ്വർഗത്തിലേക്ക് പോകുന്നത് കാത്തുകിടക്കുന്ന ആത്മാക്കൾ എന്ന നിലയിലാണ്. ആ കത്തോലിക്ക ഉപദേശം അല്ല നമ്മളിവിടെ പറയുന്നത്. മരിച്ചുപോയ വിശുദ്ധന്മാർക്കും കർത്താവിൻ്റെ സന്നിധിയിലാണെങ്കിലും ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട്. സ്തോത്രം. എന്താണ്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് സമരായി തീരണം, ക്രിസ്താനുരൂപരായി തീരണം. അതിനെയാണ് ദ ചർച്ച് എക്സ്പെക്ടന്റ് എന്ന് പറയുന്നത്. മരിച്ചുപോയ വിശുദ്ധന്മാരുടെ കൂട്ടം ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കാത്തിരിക്കുന്നതിനെയാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തേത് ദ ചർച്ച് ട്രയംഫന്റ്. സഭ സ്വർഗത്തിലെത്തിയാൽ സഭ പൂർണ്ണമായും ജയാളിയായി കഴിഞ്ഞു.
സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വരവിൽ സഭയുടെ ഉൽപ്രാപണം നടക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായിട്ട് ഉയർക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനോടെ കാത്തിരിക്കുന്ന ശേഷിച്ചിരിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നു. ഈ ഉയർത്തെഴുന്നേറ്റവരും രൂപാന്തരപ്പെട്ടവരും ഒരുമിച്ച് സ്വർഗത്തിലേക്ക്, നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരം ഭവിക്കുമ്പോൾ നാം കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചു, 1 കൊരിന്ത്യർ 15:53 മുതൽ, കഴിഞ്ഞ ദിവസം നമ്മൾ 52 തൊട്ട് വായിച്ചിരുന്നു. അവിടെ വായിക്കുന്നുണ്ട്, ഈ മർത്യമായത് എടുത്തു ആരെങ്കിലും എങ്കിൽ വായിച്ചു, ഇല്ലെങ്കിൽ ഞാൻ പറയാം. 1 Corinthians 15:53, otherwise 52 following. 52 തൊട്ട് തന്നെ വായിച്ചോളൂ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. സ്തോത്രം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. നമ്മളെ യോഗമെല്ലാം കഴിയുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന വാക്യ. സ്തോത്രം. എപ്പോഴാ ജയം വരുന്നത്? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് 26-ാമത്തെ വാക്യം പോലെ, ആസ് ഇൻ വേഴ്സ് 26, we see here also the triumph will happen when death will be eradicated. മരണം നീങ്ങുമ്പോഴാണ് വിജയം വരുന്നത്. സഭ സമ്പൂർണ്ണ വിജയം വരിക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ വാക്യം പറയുന്നത്. കർത്താവ് വരികയും സഭ അക്ഷയത പ്രാപിക്കുകയും ചെയ്ത് യേശുക്രിസ്തുവിനെ പോലെ ആകുന്ന നാളിൽ. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ വ്യാഖ്യാനം ഈ ഭൂമിയിൽ സഭ ജയം നേടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കർത്താവിൻ്റെ വരവിൽ സഭ എടുക്കപ്പെടുമ്പോൾ മാത്രമേ സംഭവിക്കൂ. സഭ എടുക്കപ്പെടുമ്പോൾ മാത്രമേ സംഭവിക്കൂ. അത് സകല ശത്രുക്കളെയും നീക്കിക്കളയുന്നതിൻ്റെ തുടക്കം മാത്രമാണ്. ഏറ്റവും ഒടുക്കം 1000 ആണ്ട് വാഴ്ചയ്ക്കും ശേഷമാണ് ആ വിജയത്തിൻ്റെ പൂർണ്ണ വിരാമം കുറിക്കുന്നത്, ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. അപ്പോഴാണ് പാതാളവും മരണവും കൂടെ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കേട്ട ആ വ്യാഖ്യാനം ശരിയല്ല. ഇതാണ് അതിൻ്റെ ശരി. ക്രിസ്തു ജയം വരിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ ജയത്തിൽ നമ്മൾ പങ്കാളികളാണ്. ക്രിസ്തു നമ്മുടെ ജയത്തിലെ പങ്കാളിത്തമല്ല പ്രാപിക്കുന്നത് എന്ന വസ്തുത നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്തോത്രം. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നു. പിശാച്, ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, പിശാചിന് മാനസാന്തരത്തിന് സമയം അല്ലെങ്കിൽ അവസരം ദൈവം കൊടുത്തില്ല. എന്നാൽ നമ്മുടെ പെന്തക്കോസ്ത് ലോകത്തിലെ, കേരള പെന്തക്കോസ്ത് ചരിത്രത്തിലെ അതികായനായ ഒരാൾ എഴുതിയ ഒരു പുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ സാത്താന് മാനസാന്തരപ്പെടാൻ അവസരമുണ്ടായിരുന്നു എന്ന് അതിലെഴുതിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ
സാത്താൻ ഉൾപ്പെടെ ഉള്ളവർക്കൊക്കെ, ദൂതന്മാർക്കൊക്കെ മാനസാന്തരത്തിന് അവസരം ഉണ്ടായിരുന്നു എന്ന ഒരു വാദം അവിടെ ഉണ്ട്. എന്നാൽ നമ്മളതിൽ നിന്നും കണ്ടു, അന്നേരം എല്ലാവരും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ചതൊന്ന് ആവർത്തിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് 2 പത്രോസിന്റെ ലേഖനത്തിലും യൂദായുടെ ലേഖനത്തിലുമൊക്കെ പറയുന്നു, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നാ? എന്നേക്കുമുള്ള ന്യായവിധിക്കായിട്ട് ചങ്ങലയിൽ സൂക്ഷിക്കുന്നു. ചങ്ങലയിട്ട് സൂക്ഷിക്കുന്നു. ചങ്ങലയിട്ട്, അന്ധകാരത്തിന്റെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ ചങ്ങലയ്ക്കിട്ട് സൂക്ഷിച്ചിരിക്കുക. അപ്പൊ പാപം ചെയ്ത ദൂതന്മാരെ അങ്ങനെ ദൈവം ന്യായവിധിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നെങ്കിൽ അവർക്ക് മാനസാന്തരപ്പെടാൻ ക്രൂശീകരണം വരെ എവിടെയാ സമയം കൊടുത്തത്? തെറ്റാണത്. മറ്റൊന്ന് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് ചോദ്യകർത്താവ് വായിച്ചു കേൾപ്പിച്ചിരുന്നു. മാനസാന്തരപ്പെടുന്നതിന് പകരം സാത്താൻ യേശുവിനെ ക്രൂശിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. പദങ്ങളിതല്ല, അർത്ഥം ഇതാണ്. എന്നാൽ നമ്മൾ അവിടെയും കണ്ടു, പിശാചല്ല യേശുവിനെ ക്രൂശിക്കാനുള്ള പദ്ധതി ഒരുക്കിയത്, ദൈവമാണ്. സ്തോത്രം. യേശു ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനായിരുന്നു എന്ന് പത്രോസ് തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ, ഇതേ പത്രോസ് തന്നെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 22 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവം യേശുക്രിസ്തുവിനെ തൻ്റെ മുൻ അറിവിനാലും സ്ഥിര നിർണയത്താലും യഹൂദന്മാരുടെ പക്കൽ ഏൽപ്പിച്ചുവെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് പദ്ധതിയിട്ടത് പിശാചല്ല, ദൈവം തന്നെയാണ്. അത് ദൈവത്തിൻ്റെ അനാദി നിർണയമായിരുന്നു. അതാണ് നാം എഫേസ്യ ലേഖനം 3:11 10 11 വാക്യങ്ങളിൽ കാണുന്നത്. യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. സ്തോത്രം. ഇതെല്ലാം വെച്ച് സാത്താനും ദൂതന്മാർക്കും, അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാർക്ക്, ഇനി ആരെങ്കിലും വീഴാനുള്ള ദൂതന്മാരുണ്ടെങ്കിൽ അവർക്കും മാനസാന്തരത്തിന് അവസരമില്ല. They are unredeemable. Even their body structure and the creation also prove that they are unredeemable. God did not have a plan of redeeming them. ആ പാപം ചെയ്ത ദൂതന്മാരെ വീണ്ടെടുക്കാൻ ഒരു പദ്ധതിയും ദൈവത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കപ്പെട്ട നരകം എന്ന് യേശു കർത്താവ് പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും നാം ഓർക്കണം, ഈ വലിയ മനുഷ്യരൊക്കെ, സ്വാധീനമുള്ളവർ, നേതൃനിരയിലുള്ളവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പൊതുവെ അത് അംഗീകരിക്കപ്പെടും. പക്ഷെ എത്ര വലിയവരൊരു കാര്യം പറഞ്ഞാലും നാം ശ്രദ്ധിക്കേണ്ടത് അത് ദൈവവചനപ്രകാരം തന്നെയാണോ എന്നാണ്. സ്തോത്രം. ദൈവവചനത്തിൽ നിന്നും മാറി എത്ര വലിയവർ പറഞ്ഞാലും, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർ പറഞ്ഞാലും സ്വീകരിക്കരുത്. സ്തോത്രം.
അത്രയും പറഞ്ഞ് ആ ഭാഗം നമ്മൾ വിടുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വിയോജിപ്പുകൾ? ഒന്നുമില്ലെന്ന് കരുതട്ടെ. നമുക്കൊന്നും കൂടെ 5-ാം വാക്യത്തിലേക്ക് പോകാം. എബ്രായ ലേഖനം 1:5. അറിയില്ലേ? നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ആ ചോദ്യത്തിനകത്ത് തന്നെ അതിൻ്റെ ഉത്തരവും ഉണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയ്ക്ക് ദൂതന്മാരെക്കാൾ യേശുക്രിസ്തു ശ്രേഷ്ഠനായിരിക്കുന്നതിനുള്ള കാരണം ഇവിടെ നമ്മൾ പറയുന്നത് ദ സൺഷിപ്പ് ഓഫ് ജീസസ്, യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വമാണ്. ഡിവൈൻ സൺഷിപ്പ് ഓഫ് ജീസസ് മേക്സ് ജീസസ് superior to the angels. Also, declaration of the Father concerning the Son makes Jesus superior to the angels. യേശുക്രിസ്തുവിൻ്റെ നിത്യ ദൈവപുത്രത്വം യേശുവിനെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവിൻ്റെ വിളംബരം, ഡിക്ലറേഷൻ, അക്ലമേഷൻ, അതും യേശുക്രിസ്തുവിനെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ ആക്കുന്നു. നമ്മളിവിടെ കണ്ടു, 2-ാം സങ്കീർത്തനം 7-ാം വാക്യമാണ് എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആ ഇന്ന് എന്ന ആ പ്രയോഗം, ആ പദം എന്താണെന്നും നമ്മൾ ഇന്നലെ കണ്ടു. സ്തോത്രം. ദിസ് ഈസ് എ ഡിക്ലറേഷൻ the Father made about the Son in the past eternity. യേശുവിൻ്റെ കന്യക ജനനത്തിന് ശേഷം പിതാവ് പറഞ്ഞ കാര്യം അല്ലിത്. പകരം സ്തോത്രം, അനാദിയിൽ സകലവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രഖ്യാപനമാണിത്. അത് ദൈവത്തിൻ്റെ നിത്യ പിതൃത്വവും ക്രിസ്തുവിൻ്റെ നിത്യ പുത്രത്വവും പ്രകടമാക്കുന്ന കാര്യങ്ങളാണെന്നും നമ്മൾ കാണുകയുണ്ടായി. സ്തോത്രം. നാം ഇവിടെ നോക്കുന്നെങ്കിൽ ദിസ് ഡിക്ലറേഷൻ ദാറ്റ് ജീസസ് ഈസ് ദ റോയൽ സൺ ഓഫ് ഗാഡ്, യേശു ദൈവത്തിൻ്റെ രാജകീയ പുത്രനാണെന്നുള്ള പിതാവിൻ്റെ ഈ പ്രഖ്യാപനം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കിയാൽ ഒരു 2-3 പ്രാവശ്യം കാണാൻ പറ്റും. സ്തോത്രം. ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനമാണ് ഇവിടെ നമ്മൾ ഈ 2-ന്റെ സങ്കീർത്തനം 2:7 അല്ലെങ്കിൽ എബ്രായർ 1:5 വാക്യത്തിൽ കാണുന്നത്. സ്തോത്രം. അവിടെ എന്താ നാം കാണുന്നത്? ജീസസ് ഈസ് ദ മെസ്സായ. മെസ്സായ മീൻസ് ദ അനോയിന്റഡ് വൺ. സ്തോത്രം. യേശു മശിഹയാണെന്ന്, അഭിഷിക്തനാണെന്ന് തെളിയുന്നു. അഭിഷിക്തൻ
എന്നതിൻ്റെ അർത്ഥവും നമ്മൾ 2-ാം വാക്യത്തിൽ വെച്ച് കണ്ടിരുന്നു. സ്തോത്രം. എന്താണ്? ദൈവത്താൽ നിയമിതൻ എന്ന അർത്ഥത്തിലാണ്. Anointed means anointed to be something or someone. Anointed to be appointed or ordained എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദൈവം ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത് നിയമിക്കുവാൻ വേണ്ടി, നിയമിതനാകുവാൻ വേണ്ടി. അതാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. അനോയിന്റഡ് വൺ. 2-ാം സങ്കീർത്തനം 6 തൊട്ട് 8 വരെ നാം കാണുന്നത് ജീസസ് ഈസ് മെയ്ഡ് കിങ് ഓവർ ഓൾ. കിങ് ഓവർ ഓൾ. സകലത്തിൻ്റെ മേലും യേശുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്നു. സ്തോത്രം. സകലരുടെ മേലും സകലത്തിൻ്റെ മേലും യേശുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്നു. സ്തോത്രം. രാജാവായി വാഴിച്ചിരിക്കുന്നു. പിന്നീട് നമ്മളിങ്ങോട്ട് കാണുമ്പോൾ 2-ന്റെ 7-ാമത്തെ വാക്യത്തിലാണ് ദൈവപുത്രനായി പ്രഖ്യാപിക്കുന്നത്. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ഇറ്റേണിറ്റി. കഴിഞ്ഞകാല നിത്യതയിൽ സംഭവിച്ച പ്രഖ്യാപനമാണിത്. നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ പുത്രൻ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഈ ഭാഗങ്ങൾ കൂടാതെ, ഈ 2-ാം സങ്കീർത്തനത്തിലെ ഭാഗങ്ങൾ കൂടാതെ, അല്ലെങ്കിൽ എബ്രായർ 1-ന്റെ 5 കൂടാതെ പ്രഖ്യാപിച്ച എത്ര സന്ദർഭങ്ങളുണ്ടെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ നിന്ന്. നമ്മൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ജ്ഞാനസമയത്ത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ഒന്ന് നോക്കാം. പിന്നെ നോക്കിയാൽ അതൊക്കെയാണെന്ന്. How many times there we have the declaration of God the Father declaring Jesus as a son of God? രണ്ട് പ്രാവശ്യം. 2 പ്രാവശ്യം. ഓക്കെ, സുവിശേഷങ്ങൾ വെച്ച് അത് ശരിയാ. ഒന്ന് യേശുക്രിസ്തുവിന്റെ സ്നാനസമയത്ത്, മറ്റൊന്ന് മറുരൂപമലയിൽ. അതെ, സ്തോത്രം, മറുരൂപമലയിൽ. സ്തോത്രം. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം തൻ്റെ പുത്രനായിട്ട് പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ സ്നാനസമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്തോത്രം. ബിലൗഡ് സൺ. മറുരൂപമലയിൽ വെച്ചും, സ്തോത്രം, കർത്താവിൻ്റെ തേജസ്കരണത്തിൻ്റെ സമയത്ത് വെച്ചും, സ്തോത്രം, പറയുകയുണ്ടായി, ഇവന് ചെവി കൊടുപ്പിൻ. അതുകൂടാതെ നമുക്ക് ഒരു മത്തായി 16 പത്രോസ് പറയുന്നുണ്ടല്ലോ, പിതാവ് പറയുന്ന കാര്യമാണ്. പിതാവ് പറയുന്ന കാര്യം. പിതാവ് പുത്രനെ കുറിച്ച് പറയുന്ന വിളംബരം അല്ലെങ്കിൽ പ്രഖ്യാപനം. അപ്പം ഇത് കൂടാതെ റോമാലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും നാം കാണുന്നു. പിതാവ് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ പിതാവ് പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു പ്രഖ്യാപനമല്ലെങ്കിലും ഒരു വിളംബരമാണ്. 1-ന്റെ 4-ാം വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. റോമർ 1-ന്റെ 4 അല്ലേ? നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന്
ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാണല്ലോ. സ്തോത്രം. അവിടെ ദൈവപുത്രൻ എന്ന് അവിടെ സ്നാനസമയത്തോ മരുരൂപമലയിൽ വെച്ചോ പിതാവ് പറഞ്ഞതുപോലെ പിതാവിൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കാൻ നമുക്കിവിടെ പറ്റുന്നില്ല. പക്ഷേ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ശക്തിയോടെ പിതാവ് തെളിയിച്ചു. അത് തൻ്റെ പുനരുത്ഥാന സമയത്താണ്. സ്തോത്രം. അപ്പം സ്നാനസമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു, പിതാവ് പറഞ്ഞു. സ്തോത്രം. പിതാവ് പറഞ്ഞു. അതുപോലെ തന്നെ തൻ്റെ തേജസ്കരണ സമയത്ത്, പിന്നെ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത്, സ്തോത്രം, ഉയർപ്പിൻ്റെ സമയത്ത്, അതും യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വത്തിൻ്റെ അടയാളമായിട്ടാണ്, ദൈവപുത്രത്വത്തിൻ്റെ അടയാളമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. ഇറ്റ് ഈസ് എ പബ്ലിക് announcement, a public announcement. സ്തോത്രം. A public confirmation of the eternal relationship of the Father with the Son. സ്തോത്രം. പിതാവിനും പുത്രനും കൂടെ ഉണ്ടായിരുന്ന നിത്യതയിലെ ബന്ധത്തിൻ്റെ സമയത്തിനകത്ത് നടത്തിയ ഒരു വിളംബരമാണത്. സ്തോത്രം. അത് പരസ്യപ്പെടുത്തുക മനുഷ്യരുടെ മുമ്പിൽ. ഈ ബന്ധം നേരത്തെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത് മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രം. അതാണ് നാം ഈ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. സ്തോത്രം. യേശുക്രിസ്തു ദൈവപുത്രൻ, യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ വിശദീകരണങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ സ്വാഗതം. മറ്റൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്നുള്ളത് എന്തല്ലെന്ന് മനസ്സിലാക്കിക്കോണേ. ഇന്ന് എന്ന് പിതാവ് സങ്കീർത്തനം 2-ലാകട്ടെ അതിൻ്റെ എബ്രായർ 1:5 എടുത്ത ഉദ്ധരണിയിലാകട്ടെ പറയുന്നത് എന്തല്ല? യേശുവിൻ്റെ കന്യകാജനനത്തിൻ്റെ ദിവസത്തെ അല്ല ഇന്ന് എന്ന് പറയുന്നത്. 2, യേശുവിൻ്റെ സ്നാനസമയത്ത് പിതാവ് പറഞ്ഞ ആകാശവാണിയും അല്ല ഇന്ന് എന്ന് പറയുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണവുമല്ല, ഉയർത്തെഴുന്നേൽപ്പുമല്ല. ഇതെല്ലാം, ഈ പ്രഖ്യാപനമെല്ലാം മുൻകാല നിത്യതയിൽ തന്നെ നടന്നിരുന്ന വിളംബരങ്ങളാണ്. F.F. ബ്രൂസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത്, ടുഡേ ഈസ് the exaltation and enthronement of Christ, which is an emphasis throughout the book of Hebrews. സ്തോത്രം.
ഇത് യേശുക്രിസ്തുവിന്റെ നിയമനം, യേശുക്രിസ്തുവിന്റെ ഉയർത്തപ്പെടലിന്റെ പ്രഖ്യാപനം മാത്രമാണ്. ആ ഉയർത്തപ്പെടൽ നമ്മൾ കണ്ടു പുനരുത്ഥാനാനന്തരം സംഭവിച്ച കാര്യമാണ് എന്ന്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. സ്തോത്രം. ശരി, മറ്റൊന്നും ഇല്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ആറാമത്തെ വാക്യം. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. സ്തോത്രം. Again, it is divine oracle. സ്തോത്രം. പിതാവിൻ്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ പുത്രനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ പിതാവ് നടത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പ്രഖ്യാപനം ഒരു കൽപ്പനയായിട്ടാണ്. ആ 5-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് പുത്രനോട് പറയുന്നതാ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞകാല നിത്യതയിലേത്. 6-ാം വാക്യത്തിലോ മൂന്നാമതൊരാളിനോട്, തേർഡ് പാർട്ടിയോടുള്ള കൽപ്പനയാ. ആദ്യജാതനെ, ഫസ്റ്റ് ബോൺ ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. അൺബ്രേക്കബിൾ കമാൻഡ്മെന്റ്. ഓർമ്മ കാണും, നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് നമ്മൾ 2 സാർവത്രിക കൽപ്പനകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. We have learned about 2 universal commandments of God. First one was with an option of obedience or disobedience, whereas the second commandment did not have or does not have an option. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. വേണമെങ്കിൽ മാനസാന്തരപ്പെടാം. അപ്പോസ്തലപ്രവൃത്തികൾ 17:30-31 അതാണ് ആദ്യത്തേത്. മാനസാന്തരം. മനസ്സുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. The first universal commandment of God was repentance, Acts 17:30-31, especially 30. സർവലോകത്തോടുമുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പക്ഷേ നമുക്ക് തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഐച്ഛികമായിട്ടാണ് ആ കൽപ്പന. വേണമെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ മതി. എന്നാൽ രണ്ടാമത്തെ കൽപ്പനയാണ് ഇപ്പോൾ നമ്മളിവിടെ 1:6 എബ്രായ ലേഖനത്തിൽ കണ്ടത്. സ്തോത്രം. സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. കേൾക്കുന്നുണ്ടല്ലോ? സ്തോത്രം. സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം.
ഒന്നാമത് വന്നപ്പോഴും കർത്താവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. പക്ഷേ ആരെയും തല്ലിയും അടിച്ചും പിടിച്ചും ചെവിക്ക് പിടിച്ചും ഒന്നും വിശ്വസിപ്പിച്ചില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്നാൽ ഇപ്പം കൊടുക്കുന്ന കൽപ്പനയ്ക്ക് അങ്ങനെ ഒരു ഐച്ഛിക സ്വാതന്ത്ര്യം ഇല്ല. ചെയ്തേ പറ്റൂ. സ്തോത്രം, ചെയ്തേ പറ്റൂ. ഇവിടെ ദൂതന്മാരോട് മാത്രമുള്ള കൽപ്പനയായിട്ട് കാണുന്നെങ്കിൽ ഫിലിപ്പിയർ 2:9, 10, 11 നമ്മൾ കാണുന്നത് ഒരു യൂണിവേഴ്സൽ കമാൻഡ്മെന്റ്, ഒരു സർവലോക കൽപ്പനയായിട്ടാണ്. സാർവലൗകികമായ കൽപ്പന. ചെയ്തേ പറ്റൂ. അത് വേറൊന്നുമല്ല, ഒന്ന് കുമ്പിട്ടാൽ മതി. സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. പൗലോസ് ഫിലിപ്പിയർ ലേഖനത്തിൽ പറഞ്ഞു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങും യേശുവിന്റെ നാമത്തിങ്കൽ. സ്തോത്രം. വിശുദ്ധ ദൂതന്മാരാകട്ടെ, അല്ല പാതാളത്തിലേക്ക് തള്ളപ്പെടുന്ന പാപം ചെയ്ത ദൂതന്മാരാകട്ടെ, ലൂസിഫർ ഉൾപ്പെടെ, സാത്താൻ ഉൾപ്പെടെ ഉള്ളവർക്ക് യേശുവിൻ്റെ മുമ്പിൽ വണങ്ങണം, തല കുനിയിക്കണം. സ്തോത്രം. തൻ്റെ പാദങ്ങളിൽ വീണ് കിടന്ന് നമസ്കരിക്കണം. ഹിന്ദിയിലും ഉറുദുവിലുമൊക്കെ സസ്ദാ കർണ എന്ന് പറയും. സസ്ദാ കർണ ഉറുദുവാണ്. സ്തോത്രം. അതായത് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ, അത് തന്നെ. യേശുവിൻ്റെ പാദങ്ങളിൽ നെറ്റി കൊണ്ടുവച്ച് സാഷ്ടാംഗം പ്രണമിക്കുക. യേശുവിൻ്റെ പാദങ്ങളെ ചുംബിക്കുക. ചുമ്മാ അതൊന്ന് വണങ്ങുകയല്ല, കവിണ്ണ് വീണ് കിടന്ന്. സ്തോത്രം. എന്നാൽ അവിടെ അങ്ങനെ അങ്ങ് യേശുവിൻ്റെ പാദത്തിൽ വീണം കിടക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. തൂക്കിയെടുത്തെറിയും. കൽപ്പന അതനുസരിച്ചേ പറ്റൂ. അനുസരിച്ചിരിക്കും. അത്ര ഭയാനകത്വമായിരിക്കും യേശുക്രിസ്തു ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ. അവനെ കാണുന്നവരൊക്കെ ഭയന്ന് വിറയ്ക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകം 6:15 തൊട്ടുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവും തൻ്റെ കയ്യിൽ നിന്ന് സപ്തമുദ്രിത പുസ്തകം വാങ്ങുന്ന കുഞ്ഞാടും ക്രുദ്ധിതരാണ്. സ്തോത്രം. The wrath of the Lamb is instituted, demonstrated. കുഞ്ഞാടിന്റെ ക്രോധം വെളിപ്പെടുകയാ. അവന്റെ ഉഗ്രരൂപം കണ്ടിട്ട് ഭയപ്പെടാത്ത ആരും കാണില്ല.
സകല സൃഷ്ടികളും ഒരുപോലെ സാഷ്ടാംഗം പ്രണമിക്കും. അത് ദൈവത്തിൻ്റെ തീർപ്പാണ്. ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ പല തീർപ്പുകളുണ്ട്. അതിലൊരു തീർപ്പായത് ഡിവൈൻ അപ്പോയിന്റ്മെന്റ്സ്. സ്തോത്രം. കൃത്യതയോടെ നടപ്പിലാക്കാൻ വേണ്ടി ദൈവം പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ, വിളംബരങ്ങൾ. സ്തോത്രം. എപ്പോഴാണത് സംഭവിക്കുക? ആദ്യജാതനെ പിന്നെയും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കും. പിന്നെയും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, ആ പിന്നെയും എന്നുള്ളത് കർത്താവിൻ്റെ ഒന്നാം വരവുമായി ബന്ധപ്പെട്ടാണെന്ന് എടുത്തു പറയാതെ തന്നെ നമുക്കറിയാമല്ലോ. അതിനെയാണ് എബ്രായ ലേഖനം 9:28 പറയുന്നത്, ഒരിക്കൽ യേശുക്രിസ്തു അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ പ്രത്യക്ഷനായി, പിന്നെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവന്റെ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഈ രണ്ടാമതും പ്രത്യക്ഷനാകുമ്പോഴത്തെ കാര്യമാണ് പിന്നെയും ഭൂതലത്തിലേക്ക് തൻ്റെ ആദ്യജാതനെ പ്രവേശിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ, അതുവരെ ആർക്കും കർത്താവിനെ ചീത്ത വിളിക്കുകയോ പുറംകാല് കൊണ്ട് മരിക്കുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ടല്ലേ കർത്താവ് ഭൂമിയിൽ വന്നപ്പം ആൾക്കാരെ കണ്ണ് കെട്ടി മുഷ്ടി ചുരുട്ടി ഇടിച്ചത്. സ്തോത്രം. മുഖത്ത് തുപ്പിയത്. സ്തോത്രം. എന്തെല്ലാം കർത്താവിനോട് ചെയ്തവരെ, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം വളരെ ക്രൂരമായിട്ട് ചെയ്തു. വസ്ത്രം ഉരിഞ്ഞെടുത്തതുൾപ്പെടെ, വിവസ്ത്രനാക്കി യേശുവിനെ ക്രൂശിങ്കലേക്ക്, കാൽവറിയിലേക്ക് കൊണ്ടുപോയത്, ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോയത് ഉൾപ്പെടെ, പുളിച്ച വീഞ്ഞു കൊടുത്തതുൾപ്പെടെ എന്തെല്ലാമാണ് കർത്താവിനോട് ചെയ്തത്. തിരുവത്താഴത്തിനൊക്കെ പാടുന്ന ഒരു ഹിന്ദി പാട്ടില് ഇങ്ങനെ പാടാറുണ്ട്, ക്യാ ക്യാ നാ സഹാ യേശുനെ. നമുക്ക് വേണ്ടി യേശുക്രിസ്തു എന്താ സഹിക്കാതിരുന്നത്? സകലവും സഹിച്ചു. സകലവും. സ്തോത്രം. സകലവും സഹിച്ചു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് യേശുവിനെ പരിഹസിച്ചു. യേശുവിനെ കാണാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ഹെരോദാവ വലിയ സന്തോഷം തോന്നി യേശു അങ്ങോട്ട് ചെല്ലുന്നെന്ന് കേട്ടപ്പോൾ. പക്ഷേ യേശുവിനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് പരിഹസിച്ചു വിട്ടു. കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന കള്ളന്മാരും യേശുവിനെ നിന്ദിച്ചു പറഞ്ഞു. വഴിയിൽ കൂടെ പോയവർ മുമ്പോട്ട് നടക്കുന്നെങ്കിലും തിരിഞ്ഞു നോക്കി യേശുവിനെ തലകുലുക്കി അപമാനിച്ചു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇങ്ങനെയെല്ലാം അന്ന് ഒന്നാം പ്രാവശ്യം ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അവർ ചെയ്തു. ഒറ്റിക്കൊടുത്തതും തള്ളിപ്പറഞ്ഞതും ഒക്കെ ഉൾപ്പെടെയെല്ലാം ഉണ്ട്. എന്നാൽ സ്തോത്രം, ഇനി നമ്മുടെ കർത്താവ് വരുമ്പോൾ ഇതുപോലെ കണ്ണൊക്കെ മൂടിക്കെട്ടി ഇടിക്കാനോ
കോല് കൊണ്ടടിക്കാനോ മുള്ളുകൊണ്ടുള്ള കിരീടം മെനഞ്ഞ് തലയിൽ വയ്ക്കാനോ ആരെങ്കിലും മുതിരുമോ? ഇല്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. അത്രയ്ക്ക് മഹത്വവാനായിരിക്കും അവൻ. അവന്റെ മഹത്വം കാണുമ്പോഴേ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവന്റെ മുമ്പാകെ വീണ് കിടക്കും. വെറുതെ മുട്ടുമടക്ക് മാത്രമല്ല, വീണ് കിടക്കും. പക്ഷേ അനുദപിക്കുന്നതിനുള്ള സമയമെല്ലാം കഴിഞ്ഞു പോയത് കൊണ്ട് ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. കുമ്പിടുക. സ്തോത്രം. ഇത്രയും വ്യക്തമാണല്ലോ. ശരി, ഒരു കാര്യം കൂടെ അവസാനമായിട്ട് ഇന്നത്തേക്ക് പറഞ്ഞു നിർത്താം. Jesus is superior to the angels because of his adorability. Because of his adorability. ദൂതന്മാരെക്കാൾ യേശു ക്രിസ്തു ശ്രേഷ്ഠനായിരിക്കാനുള്ള കാരണം ഇവിടെ നാം കാണുന്നത് യേശുവിൻ്റെ ആരാധ്യതയാണ്. സ്തോത്രം. യേശുവിൻ്റെ ആരാധ്യത. ദൂതന്മാരിൽ ആർക്കെങ്കിലും ഉണ്ടോ ആരാധിപ്പിക്കാൻ? സ്തോത്രം. ആർക്കുമില്ല. എന്നാൽ സകല ആരാധനയും സ്വീകരിപ്പാൻ ഏകയോഗ്യനായവൻ നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. സ്തോത്രം. അതിന് കാരണം നാം ഇവിടെ കാണുന്നു, പിതാവിൻ്റെ പ്രഖ്യാപനം, വിളംബരം തന്നെ. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു മാത്രം ആരാധ്യൻ. നാം എത്ര ഭാഗ്യമുള്ളവരാ. നിർബന്ധത്താൽ. സ്തോത്രം. അവരെല്ലാവരും നിർബന്ധത്താൽ അവനെ കുമ്പിടുമ്പോൾ നാമോ സന്തോഷത്തോടെ. അതിന് ഭാഗ്യം നമുക്ക് നൽകിയല്ലോ കർത്താവിന്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആകയാൽ നമുക്ക് ഏറെ സന്തോഷത്തോടെ ഈ കർത്താവിനെ സ്വമനസാ കുമ്പിട്ട് ആരാധിച്ച്, സ്തോത്രം, ഈ ഭൂമിയിൽ സഭയായിരിക്കുന്നിടത്തോളം ചർച്ച് മിലിറ്റന്റ്, യുദ്ധസേവ ചെയ്യുന്ന സഭയായി മനസ്സിലാക്കാം. സ്തോത്രം. അങ്ങനെ നമുക്ക് ജീവനുള്ള കാലത്തോളം വിശ്വാസത്തിന് നല്ലപോലെ പൊരുതി വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കി മുൻപോട്ട് പോകാം. സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ബാക്കി ഭാഗം നമുക്ക് തിങ്കളാഴ്ച പഠിക്കാം. ആ കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.